ഒരു നാട്ടിലുള്ളവരെ മുഴുവൻ നീന്തൽ പഠിപ്പിക്കാൻ ഉറച്ച ഒരു അധ്യാപകനെ കുറിച്ചാണ്. മാള കുഴിക്കാട്ടുശ്ശേരി സ്വദേശിയും കായിക അധ്യാപകനുമായ MS ഹരിലാലാണ് എല്ലാവർക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുന്നത്. കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിലാണ് പ്രായവ്യത്യാസമില്ലാതെ നീന്തൽ പരിശീലനം. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ഒരേക്കറിൽ നീന്തൽ പരിശീലനത്തിനായി ഒരു മഷിക്കുളമുണ്ട്. മഷിക്കുളം എന്ന പേര് കേട്ടാൽ കുളം നിറയെ മഷിയാണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട. നല്ല തെളിമയുള്ള വെള്ളം തന്നെ. വേനലും വർഷവും അനുസരിച്ച് വെള്ളത്തിന് ചെറിയ നിറവ്യത്യാസം ഉള്ളതിനാലാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളത്തിന് മഷിക്കുളം എന്ന പേര് വരാൻ ഇടയാക്കിയത്. കാർഷിക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന കുളം 2 പതിറ്റാണ്ടായി നീന്തൽ പരിശീലനത്തിന് കൂടി പ്രയോജനപ്പെടുത്തുകയാണ് മൂത്തേടത്ത് ഹരിലാൽ. പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കായികാധ്യാപകനുമായിരുന്ന മൂത്തേടത്ത് സുദർശന്റെ മകൻ MS ഹരിലാൽ 20 വർഷമായി ഇവിടെ സൗജന്യമായാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. 5 വയസ്സു മുതലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 100ഓളം പേരാണ് എല്ലാ ദിവസവും ഇവിടെ നീന്തൽ പരിശീലിക്കാനെത്തുന്നത്. 20 വർഷമായൊരു പ്രത്യേകത, ഇന്നേ വരെ ഒരു അപകടം ഉണ്ടായില്ല. അപകടത്തിന്റെ സൂചന പോലും ഉണ്ടായില്ല. കാരണം നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളിൽ. ഓരോ പിള്ളേരും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കും. നെല്ലില്ലാത്ത കുളത്തിലാണ് സാധാരണ പഠിപ്പിക്കാറ്. ഇപ്പൊ നെല്ലുണ്ട് മാത്രം. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഠിപ്പിക്കുന്നത് ഞങ്ങൾ 6 പേരുണ്ട്. ഈ 6 പേരും പഞ്ചായത്തിൽ പോകുമ്പോൾ നെല്ലില്ലാത്ത വെള്ളത്തിലാണ് പഠിക്കുക. 10 ദിവസം കൊണ്ട് എല്ലാവരും പൂർണ്ണമായി പഠിക്കും. ഹരിലാലിനൊപ്പം CR സോണി, സജീവൻ, നവീൻ, ബിജുമോൻ, ജിനേഷ് എന്നിവരും പരിശീലകരായി ഇവിടെയുണ്ട്. സമ്പൂർണ്ണ ജലസാക്ഷരത ലക്ഷ്യമിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മുങ്ങിമരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടാണ് ഇത്തരത്തിൽ വേറിട്ട ആശയം പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ കുളത്തിൽ നടപ്പാക്കിയതെന്നും ഈ നാടിന് പുറത്തു നിന്നുള്ളവർ വരെ പരിശീലനത്തിനായി ഇവിടെ എത്തുന്നുവെന്നും ഹരിലാൽ പറയുന്നു. ഇത് നീന്തൽ പഠിക്കുന്നവർക്ക് വയസ്സ് ഇല്ല, മനസ്സാണുള്ളത്. ഇത് നീന്തൽ പഠിക്കുന്നതിന് മുൻപ് പിള്ളേരുടെ ഭയം പോകണം. ഭയം മാറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ 5 വയസ്സ് അല്ല 5ാം ക്ലാസ് മുതലുള്ള പിള്ളേരെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നേരിട്ട് ചാടിയാണ്. കാരണം ഭയം പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗമാണിത്. പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ വായു നിറച്ച ട്യൂബുകൾ ധരിപ്പിച്ചാണ് കുട്ടികളെ കുളത്തിലിറക്കുന്നത്. ഇതിനിടെ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകുന്നു. മഷിക്കുളത്തിന്റെ പാരമ്പര്യാവകാശികളായ 17 പേരും ഹരിലാലിന്റെ പ്രവർത്തനത്തിന് പിന്തുണയുമായുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത്. ലിഷോയ്, ശരിക്കും ആ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്നത് ആ കുളത്തിന്റെ പേരാണ്, മഷിക്കുളം. പക്ഷെ പറഞ്ഞതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണല്ലേ. അപ്പോൾ അതിലൊക്കെയാണ് എല്ലാവരും ആവേശത്തോടു കൂടി നീന്തൽ പഠിക്കുന്നുണ്ട്. എത്ര അപകടങ്ങളുടെ വാർത്തയാണ് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നീന്തൽ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഒരു നാടിനെ ഒന്നാകെ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളാണ് മുങ്ങി മരിക്കുന്നത്. അത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാനായി അങ്ങനെ മരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളിലും നീന്തൽ അറിയാത്തവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു നാട്ടിലുള്ളവരെ മുഴുവൻ ഈ ഇത്തരത്തിൽ നീന്തൽ അറിയാവുന്നവരാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഹരിലാലും സംഘവും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കുളം, അത് സ്വകാര്യ വ്യക്തിയുടെയാണ്. അതായത് ഈ ഹരിലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെയും ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഒരു പൊതു ഇടത്തോ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരെയും പൊതുവായിട്ടുള്ള ഒരു ഇടത്തോ ഒന്നും തന്നെയല്ല. അങ്ങനെയുള്ള ഒരു ഇടത്ത് സൗജന്യമായി വർഷങ്ങളായി നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാട്ടിലെ കുട്ടികളെ അവർക്ക് ഒരു ഇത്തരത്തിൽ നീന്തൽ പഠിപ്പിച്ച് നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായുള്ളൊരു കർത്തവ്യമായി ഇവിടെ കണക്കാക്കുന്നത്. അതുമാത്രമല്ല, വെറുതെ നീന്തൽ പഠിപ്പിക്കുക മാത്രമല്ല, അവർക്കുള്ളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വരെ ഒരു വലിയ കാര്യം തന്നെയാണ്. പല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ തന്നെ സാമ്പത്തിക താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധത്തിലുള്ള സാമ്പത്തിക താല്പര്യവും ഇല്ലാതെ ഇത്തരത്തിൽ സൗജന്യമായി എല്ലാവർക്കും വേണ്ടി ഒരു സേവനം ചെയ്യുക, അത് നാടിന് വളരെയേറെ ഉപകാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സേവനം എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇനി ഒരുപാട് കാലം ഏറ്റവും പ്രധാനം, കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ അപകടങ്ങൾ
ഈ മുങ്ങി മരണങ്ങളൊക്കെ തന്നെയും കേൾക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ പരമാവധി രക്ഷ നേടാൻ ഈ നീന്തലൊക്കെ പഠിക്കുന്നതിലൂടെ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാടിനെ ഒന്നാകെ നീന്തൽ പഠിപ്പിക്കുകയാണ്, അതും സ്വന്തം സ്ഥലത്ത്, അദ്ദേഹത്തിന് തന്നെ സ്വന്തം സ്ഥലത്ത് ഒരു രൂപ പോലും വാങ്ങാണ്ട് തന്നെ ആ നാടിനെ ഒന്നാകെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു മനസ്സ് തന്നെയാണ്. ശരി ലിഷോയ്.